ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് നേതാക്കന്മാരും മുന്നണി പാർട്ടികളുമൊക്കെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുവാനുള്ള പ്രവണത പ്രകടമായി തന്നെ കാട്ടിത്തുടങ്ങിയെന്നും പറയാം. CPM-ന്റെ ചില പ്രവർത്തനങ്ങളിൽ, അതായത് SFIയെ നിലയ്ക്ക് നിർത്തുവാൻ കഴിയാതെ പോകുന്ന രീതി, DYFIയെ നിലയ്ക്ക് നിർത്തുവാൻ കഴിയാതെ പോകുന്ന രീതി, അല്ലെങ്കിൽ ജനങ്ങളുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഒക്കെ അകൽച്ച കൃത്യമായ രീതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് CPM, CPI പോലെയുള്ള CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകകക്ഷികളെല്ലാം തന്നെ. അതിൽ ബിനോയ് വിശ്വത്തെ പോലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പോലും SFIയെ നിലയ്ക്ക് നിർത്തണമെന്ന് തുറന്നടിക്കുമ്പോൾ അദ്ദേഹത്തിനും കൃത്യമായ താക്കീത് നൽകി മുൻപോട്ട് പോകുന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPM എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ എല്ലാ ഘടകകക്ഷികളും, മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന INL അടക്കമുള്ള മുന്നണികളെല്ലാം പാർട്ടിയിലെ ഈ പ്രവർത്തനങ്ങൾ എല്ലാം മോശമായ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളൊക്കെ നടത്തുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് മാത്രം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ എത്തുന്നില്ല എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ ചിലയിടങ്ങളിലൊക്കെ ചർച്ചയായ വിഷയം തന്നെയാണ്. എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് പറയേണ്ടതില്ല, ജോസ് കെ മാണി മാത്രമാണ് ഇടതുപക്ഷത്തിനെതിരായ ഒരു അക്ഷരം പോലും മിണ്ടാത്തത് എന്ന വാദത്തിലേക്ക് എത്തിയിരുന്നു ഇടസഭകളിൽ ഇടതുപക്ഷത്തിനുള്ളിലെ ചില പ്രധാന നേതാക്കന്മാരുടെ വർത്തമാനങ്ങളിലെല്ലാം തന്നെ. അതിൽ തോമസ് ചാഴിക്കാടൻ വ്യക്തമാക്കിയ ചില പ്രധാന കാര്യങ്ങളുണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വമ്പൻ പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ളതിനുള്ള മറുപടിയാണ് തോമസ് ചാഴിക്കാടൻ പാർട്ടി വേദിയിൽ വെച്ച് തുറന്നടിച്ചത്. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം നവകേരള സദസ്സിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ആക്ഷേപ ധ്വനിയോടുകൂടി സംസാരിച്ചപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു സംസാര വിഷയമാകുകയും അത് തന്നെ പരാജയത്തിന്റെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നുമാണ് തോമസ് ചാഴിക്കാടൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ ജോസ് കെ മാണി ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആ വാദം തിരുത്തണമെന്ന തരത്തിലേക്കുള്ള അഭിപ്രായങ്ങളൊന്നും ഉയർത്താത്തതും പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയ സ്വരം അപ്പോൾ തന്നെ ഉടലെടുത്തിരുന്നു. അത് തെരഞ്ഞെടുപ്പിനെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നതും തോമസ് ചാഴിക്കാടൻ പറയാതെ പറയുകയും ചെയ്തിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ 2019 മത്സരിക്കുമ്പോൾ UDF-നോടൊപ്പമായിരുന്നു തോമസ് ചാഴിക്കാടൻ. അന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി തോമസ് ചാഴിക്കാടൻ വിജയിച്ച് MP ആയി നിൽക്കുകയും ഒപ്പം തൻ്റെ MP ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിനിയോഗിച്ചിട്ടുള്ള MP-മാരിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്ന നേതാവ് കൂടിയാണ് തോമസ് ചാഴിക്കാടൻ. ആ തോമസ് ചാഴിക്കാടൻ എന്തുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ പക്ഷം ചേർന്നപ്പോൾ LDF പാളയത്തിൽ നിന്ന് പരാജയപ്പെട്ടു പോയത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒപ്പം കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലാകട്ടെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തോടുകൂടി അടപടലെ വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയായിരുന്നു. സജി മഞ്ഞാങ്കടമ്പിലടക്കമുള്ളവരെല്ലാം കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അങ്ങനെ പാർട്ടിയിൽ വൻ കൊഴിഞ്ഞുപോക്ക് നടക്കുന്ന സാഹചര്യത്തിലും പാർട്ടിയിൽ വലിയ തമ്മിത്തല് നടക്കുന്ന സാഹചര്യത്തിലും ഇടുക്കിക്കാരനായ ഫ്രാൻസിസ് ജോർജിനെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമ്പോൾ ആ ഫ്രാൻസിസ് ജോർജിനെ ആർക്കറിയാമെന്ന ചോദ്യം ഉയർന്നിരുന്ന സാഹചര്യത്തിലൊക്കെയാണ് കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ UDF-ന്റെ സഹായത്തോടുകൂടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം പിടിച്ചു നിർത്തിയത് എന്നത് വലിയ പ്രസക്തമായൊരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി കേരള കോൺഗ്രസ് തമ്മിൽ മത്സരിക്കുന്നു എന്ന പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. ഒപ്പം കോട്ടയത്ത് ആരാണ് പ്രഗത്ഭരെന്ന, ഏറ്റവും ശക്തരാരാണ്, യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണോ മാണി സാറിന്റെ പ്രസക്തി മാണി സാറിന്റെ ജനസ്വീകാര്യത ഉയർത്തിക്കാട്ടുന്നത് എന്നടക്കമുള്ള വലിയ ചർച്ചാ വിഷയങ്ങളൊക്കെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം KM മാണിയുടെ മകൻ നയിക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടാകുന്നു. തോമസ് ചാഴിക്കാടൻ പരാജയപ്പെടുന്നു എന്നുള്ളതെല്ലാം വലിയ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും തോമസ് ചാഴിക്കാടൻ പരാജയത്തിന്റെ കാരണമായി ഉയർത്തിക്കാട്ടിയതെല്ലാം വളരെ പ്രസക്തമായ വിഷയങ്ങൾ തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നൊന്നും തന്നെ തോമസ് ചാഴിക്കാടന് വോട്ട് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നതടക്കം പാർട്ടിക്കുള്ളിലെ വിഭാഗീയ പ്രവർത്തനങ്ങളും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും പാർട്ടിയോട് ജനങ്ങൾക്കുള്ള അകൽച്ചയും എല്ലാം തുറന്നു കാട്ടുന്നത് തന്നെയായിരുന്നു. എന്നാൽ അതൊന്നും LDF യോഗത്തിൽ സംസാരിക്കേണ്ട എന്ന തരത്തിലേക്കുള്ള ജോസ് കെ മാണിയുടെ ചില നിലപാടുകൾ, അത് തോമസ് ചാഴിക്കാടൻ ഉണ്ടാക്കിയ ചില വിഷമങ്ങൾ, അതുകൊണ്ട് താൻ ഇനി മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന തരത്തിലേക്കുള്ള അഭിപ്രായങ്ങളെല്ലാം ജോസ് കെ മാണിയെ അറിയിക്കുകയും ചെയ്തിരുന്നു തോമസ് ചാഴിക്കാടൻ. അതിനോടൊപ്പം ജോസഫ് വിഭാഗത്തിലേക്ക് ചേക്കേറുവാനുള്ള ചില നീക്കങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ കാണുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ജോസ് കെ മാണി സർക്കാരിനെതിരായി സംസാരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. ഇടതുപക്ഷ പാർട്ടിക്ക് ജനങ്ങളുമായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇടതുപക്ഷ പാർട്ടിയെ സ്നേഹിച്ചവർ പാർട്ടിയിൽ നിന്ന് അകലുകയാണ്, അവർ ഇടതുപക്ഷത്ത് നിന്ന് അകന്നു എന്നത് ശരി തന്നെയാണ്.
അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ സർക്കാർ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള ചില പ്രധാനപ്പെട്ട വാദങ്ങളൊക്കെ ഉയർത്തുന്നതോടൊപ്പം തന്നെ ജോസ് കെ മാണി തോമസ് ചാഴിക്കാടന്റെ വാദത്തെയും കൃത്യമായി തള്ളുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. തോമസ് ചാഴിക്കാടൻ പറഞ്ഞെന്താണ്? തന്നെ നവകേരള സദസ്സിൽ വെച്ച് തന്റെ പ്രസംഗത്തെ അവഹേളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിന്ന എം പി ആയ തന്റെ പരാജയത്തിന്റെ പ്രധാന കാരണമായി മാറിയെന്ന അദ്ദേഹത്തിന്റെ വാദത്തിനുള്ള മറുപടിയായി തന്നെയാണ് തോമസ് ചാഴിക്കാടൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജോസ് കെ മാണി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് തുറന്നടിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തോമസ് ചാഴിക്കാടന്റെ പരാജയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പാലായിൽ വെച്ച് നടന്ന പ്രസംഗത്തിന് യാതൊരു പങ്കുമില്ല, അങ്ങനെ താൻ വിശ്വസിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം അത് മാത്രം ഒരു പരാജയത്തിന്റെ കാരണമായി പരിഗണിക്കേണ്ടതായിട്ടില്ല. തോമസ് ചാഴിക്കാടന്റെ പ്രചരണത്തിലും പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് എന്ന തരത്തിലേക്ക് പറയാതെ പറയുകയാണ് ജോസ് കെ മാണി. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ പടലപ്പിണക്കം കുറച്ചുകൂടി രൂക്ഷമാക്കുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. കൈയൊഴിയുകയാണ് തോമസ് ചാഴിക്കാടനെ ജോസ് കെ മാണി എന്ന് പറയേണ്ടതായുണ്ട്. ഒപ്പം അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് CPM ത്യജിച്ചുകൊണ്ട് നൽകിയ രാജ്യസഭാ മെമ്പർ സ്ഥാനം, അതിനുള്ള നന്ദി, അതിനുള്ള സ്തുതിയാണ് ഈ തിരിച്ച് മറുപടിയായി ഇത്തരത്തിൽ പാർട്ടിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട്, പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിക്ക് സ്തുതി പാടുന്നത് എന്ന തരത്തിലേക്കുള്ള വാദങ്ങളാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഈ പത്രസമ്മേളനത്തിലൂടെ മാണി വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ നിന്ന് ഉയരുന്നത്. പക്ഷേ മറ്റൊരു വിഭാഗം പറയുന്നത്, എന്തുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് മറ്റൊരു വിഭാഗം പറയുന്നത്, ഇങ്ങനെ പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന ഒരു പ്രവണത പാർട്ടിയുടെ നിലപാടില്ലായ്മയെ പ്രകടമാക്കുന്നു. ആ നിലപാടില്ലായ്മ ജനങ്ങൾക്കിടയിൽ വലിയ തരംഗമായി മാറിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു കാലത്ത് UDF-നോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷവുമായി കൂട്ടുകൂടിയപ്പോൾ ഒപ്പം KM മാണിയെ സ്നേഹിച്ചിരുന്നവർ, KM മാണിയെ ഏറ്റവും കൂടുതൽ താറടിച്ചിട്ടുള്ള, KM മാണിയെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഇടതുപക്ഷ പാർട്ടിയോടൊപ്പം ചേരുന്ന നിലപാട് ജോസ് കെ മാണി സ്വീകരിച്ചതെല്ലാം പരാജയത്തിന് കാരണമായി എന്ന് വ്യക്തമാകും. അങ്ങനെ കാരണങ്ങൾ പലത് പറയുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങളായി. എന്നാലും തോമസ് ചാഴിക്കാടനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള ജോസ് കെ മാണിയുടെ വ്യഗ്രതയിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം രൂപപ്പെടുമെന്നത് തീർച്ചയായും ഉള്ള ഒരു സംഭവം തന്നെയായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന രൂക്ഷമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടക്കമായിരിക്കണം ഇന്നത്തെ പത്രസമ്മേളനം എന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായുണ്ട്.